ഹായ്, അടുത്ത 90 ദിവസത്തിനുള്ളിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും ഒരു ഡ്രീമോ ഗോളോ നിങ്ങൾക്കുണ്ടോ? ടാരോ കാർഡ് ജേർണലിംഗ് ഉപയോഗിച്ച് എങ്ങനെ നിങ്ങളുടെ ഗോൾ മാനിഫെസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. അതിന് 6 സ്റ്റെപ്പുകളുണ്ട്. ആദ്യത്തേത് എന്താണ് നിങ്ങളുടെ ഗോൾ എന്ന് കൃത്യമായി തിങ്ക് ചെയ്യുക എന്നുള്ളതാണ്. അത് എന്ത് വേണമെങ്കിലും ആവാം. ഉദാഹരണത്തിന് നിങ്ങൾ ഒരു ഹെൽത്തി ആവുന്നോ, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് തിരിച്ചു വരുന്നതോ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലെ പേർപ്പസ് ഡിസ്കവർ ചെയ്യുന്നോ, എന്തുമായിക്കൊള്ളട്ടെ, ആദ്യം അത് മനസ്സിൽ ഉറപ്പിക്കുക. എന്ത് ഗോളാണ് അടുത്ത 90 ദിവസം നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാനുള്ളത്. രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് 3 ആക്ഷൻസ് വിഷ്വലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഗോൾ അച്ചീവ് ചെയ്താൽ നിങ്ങൾ എന്ത് 3 കാര്യം ഈ ലോകത്തിൽ ചെയ്യും മറ്റുള്ളവർക്ക് വേണ്ടി. അത് നിങ്ങളുടെ പേഴ്സണൽ വാല്യൂസും ഇൻട്രസ്റ്റും ഇതുള്ളതായിരിക്കണം. അത് നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകൾക്ക് ഗുണം ചെയ്യുന്നതായിരിക്കണം. ഉദാഹരണത്തിന്, നിങ്ങൾ റിലേഷൻഷിപ്പിൽ പഴയ സ്പാർക്ക് ഇല്ല എങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർക്ക് ഒരു ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കുകയോ, അല്ലെങ്കിൽ അവരെ ഒരു സർപ്രൈസ് ആയിട്ടുള്ള ഒരു ഹോട്ടലിൽ കൊണ്ടുപോയി ഒരു ഭക്ഷണം മേടിച്ചു കൊടുക്കുകയോ നിങ്ങൾക്ക് ചെയ്യാം. അതല്ല, നിങ്ങൾ ഒറ്റപ്പെട്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഒരു ഫ്രണ്ട്സിന് വേണ്ടി ചെറിയൊരു പാർട്ടി ഓർഡർ ചെയ്ത് നിങ്ങൾക്ക് പുതിയ ഫ്രണ്ട്ഷിപ്പ് വീണ്ടും സെലിബ്രേറ്റ് ചെയ്യാം. ഇനി അതല്ല, നിങ്ങൾ ജീവിതത്തിൻ്റെ പാഷനും പേർപ്പസും കണ്ടുപിടിച്ചു, നിങ്ങൾ വളരെ ഹാപ്പിയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു കോസിന് വേണ്ടി ചെറിയ ഒരു വോളണ്ടിയർ വർക്കാണ്. അതായത് ഡു സംതിങ് ഫോർ അതേഴ്സ് ഓർ നേച്ചർ ആൻഡ് ബി ഹാപ്പി. ഇനിയാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. അപ്പോൾ ആദ്യം നമ്മൾ വിഷ്വലൈസ് ചെയ്തു, തിങ്ക് ചെയ്തു, വിഷ്വലൈസ് ചെയ്തു. മൂന്നാമത്തത് എന്ന് പറയുന്നത് ടാരോ ഡെക്കിലേക്ക് തിരിയുക എന്നുള്ളതാണ്. അതായത് ടാരോ ഡെക്ക് എടുത്ത് നമ്മൾ അത് ഷഫിൾ ചെയ്ത് അതിനോട് എന്ത് ആക്ഷനാണ് ഇന്ന് ഞാൻ എടുക്കേണ്ടത് എന്ന് ഗൈഡൻസ് ചോദിക്കണം. ഏത് ഡ്രീമും മാനിഫെസ്റ്റ് ചെയ്യണമെങ്കിൽ അതിന് ഡെയിലി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആക്ഷൻ ആവശ്യമുണ്ട്. ആക്ഷൻ അല്ലാതെ ഒരു ഗോളും മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ഗോൾ 90 ദിവസത്തേക്ക് നമ്മൾ എല്ലാ ദിവസവും ഓർക്കുന്നു, ടാരോ കാർഡിനോട് എന്ത് ആക്ഷനാണ് എടുക്കേണ്ടത് എന്ന് ചോദിക്കുക. ഉദാഹരണത്തിന് ദ ലവേഴ്സ് എന്ന കാർഡാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ, അല്ലെങ്കിൽ ദി എംപ്രസ്, എന്ത് ആയിക്കൊള്ളട്ടെ, അതിനുള്ളിൽ ഒരു യുണീക്ക് മെസ്സേജ് ഉണ്ട്. അത് എന്താണെന്ന് മനസ്സിലാക്കുക. നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ആ ആക്ഷൻ അന്ന് ചെയ്യുക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ലവേഴ്സ് കാർഡാണ് നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ, നിങ്ങൾ ഒരു വിവാഹിതനാണ്, പഴയ റിലേഷൻഷിപ്പിൽ പഴയ സ്പാർക്ക് ഇല്ലെങ്കിൽ അന്ന് ഭാര്യയോ ഭർത്താവുമായിട്ട് കുറച്ചു നേരം ഡീപ്പായിട്ട് സംസാരിക്കുക, അല്ലെങ്കിൽ അവരെ അപ്രീഷിയേറ്റ് ചെയ്യുക. അതായത് ഒരു ക്വാളിറ്റി ടൈം സ്പെൻഡ് വിത്ത് യുവർ പാർട്ട്ണർ, എൻഗേജ് ഇൻ എ ഹാർട്ട് ടു ഹാർട്ട് കോൺവെർസേഷൻ. ഇനി അതല്ല, ഇന്ന് നിങ്ങൾക്ക് എംപ്രസ് ആണ് കിട്ടിയതെങ്കിൽ ഇന്ന് നിങ്ങൾ നേർച്ചർ ചെയ്യാൻ തീരുമാനിക്കുക നിങ്ങൾക്ക് ചുറ്റും, അല്ലെങ്കിൽ നിങ്ങളുടെ സറൗണ്ടിങ്സ്, കുറച്ച് സമയം പ്രകൃതിയിൽ ചെലവഴിക്കുക. ഇനി ഒന്നും പറ്റിയില്ലെങ്കിൽ ഒരു നീണ്ട കുളിയോ, അല്ലെങ്കിൽ എന്തോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഒരു പാട്ട് കേൾക്കുകയോ, അല്ലെങ്കിൽ ഒരു പൂവിൻ്റെ അടുത്ത് പോയി നിൽക്കുകയോ. ദ കീ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൃത്യമായിട്ടൊരു ആക്ഷൻ പ്ലാൻ ഉണ്ടാവണം. എല്ലാ ദിവസവും നമ്മളത് പ്രാക്ടീസ് ചെയ്യണം. എന്നാൽ മാത്രമേ 90 ദിവസത്തിനുള്ളിൽ നമുക്ക് ആ ഡിസൈർഡ് റിസൾട്ട് കിട്ടുകയുള്ളൂ. ഇനി 5ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ജേർണലിംഗ് ആണ്. അതായത് നമ്മൾ ടാരോ മാനിഫെസ്റ്റേഷൻ ജേർണൽ ഉപയോഗിക്കുന്നത് ദിവസവും നമ്മൾ ചെയ്യുന്ന ആക്ഷൻ അത് ചെയ്തുവോ എന്ന് എഴുതാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ ജേർണൽ ചെയ്യുമ്പോൾ ഇത് നമ്മൾ നമ്മളോട് സംസാരിക്കുന്ന പോലെയാണ്. ഉദാഹരണത്തിന്, ഇന്ന് ഞാനിത് ചെയ്യും എന്ന് രാവിലെ നമ്മൾ തീരുമാനിച്ചാൽ വൈകുന്നേരം വീണ്ടും ആ ജേർണലിൽ പോയി ഇന്ന് ഞാനിത് ചെയ്തു, അല്ലെങ്കിൽ ഇന്ന് എനിക്കിത് ചെയ്യാൻ കഴിഞ്ഞില്ല, നാളെ ഞാൻ ചെയ്യും. അങ്ങനെ നമ്മൾ നമ്മുടെ ആക്ഷൻസ് ഓരോ ദിവസവും, നമ്മുടെ വിക്ടറീസ് നമ്മൾ റിഫ്ലക്റ്റ് ചെയ്യുക. ഒരു കാര്യം ഓർക്കേണ്ടത്, ഈ ജേർണൽ നിങ്ങളുടെയാണ്. ഇത് നിങ്ങളുടെ പേഴ്സണൽ റെക്കോർഡാണ്. ഇത് നിങ്ങളുടെ വിജയത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. സോ പ്ലീസ് ബി ഓണസ്റ്റ് വിത്ത് യുവർ സെൽഫ്. ഇനി നിങ്ങളുടെ ജേർണൽ ആരെങ്കിലും കാണുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹാൻഡ് റൈറ്റിംഗ് മോശമായിട്ട് എഴുതുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പക്ഷേ വാക്കുകൾ ഫ്രീ ആയിട്ട് വരട്ടെ. നിങ്ങളുടെ ഇമോഷൻസ് ആയാലും നിങ്ങൾ എക്സ്പ്രസ് ചെയ്യുക. ടാരോ ജേർണലിംഗ് എന്ന് പറയുന്നത് ടാരോ കാർഡ് ആയാലും എന്തായാലും ഇറ്റ്സ് എ പവർഫുൾ മാനിഫെസ്റ്റേഷൻ ടൂൾ. അങ്ങനെ ദിവസവും റിഫ്ലക്റ്റ് ചെയ്യുക, ആക്ഷൻ എടുക്കുക. ലൈഫ് അടുത്ത 90 ദിവസത്തിൽ ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾക്ക് വരട്ടെ. ഇനി അവസാനമായി എന്ന് പറയാനുള്ളത്, ഇത് എപ്പോഴും അച്ചീവബിൾ ഗോളുകൾ മാത്രമേ നമ്മൾ സെറ്റ് ചെയ്യാൻ പാടുള്ളൂ. അൺഅച്ചീവബിൾ ആയിട്ടുള്ള ഒരുപാട് ഗോളുകളുണ്ട്. അച്ചീവബിൾ എന്ന വാക്ക് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഉദാഹരണത്തിന്, നിങ്ങളൊരു ലോട്ടറി ബമ്പർ അടിക്കണം എന്നൊക്കെ മാനിഫെസ്റ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ചിലപ്പോൾ നടന്നുകൊള്ളണമെന്നില്ല. അല്ലെങ്കിൽ 90 ദിവസത്തിൽ PSC ജോലി
നിങ്ങൾ അപേക്ഷിച്ചിട്ട് പോലും ഇല്ലെങ്കിൽ ലഭിക്കുകയില്ല. അപ്പോൾ എന്താണ് ഗോൾ എന്നുള്ളത് കൃത്യമായിരിക്കണം. അത് നിങ്ങളുടെ ഇമോഷൻസുമായിട്ട് റെസണേറ്റ് ചെയ്തിരിക്കണം. അത് നിങ്ങൾ തിങ്ക് ചെയ്യണം, 3 ആക്ഷൻസ് വിഷ്വലൈസ് ചെയ്യണം, കാർഡ് എടുത്ത് എന്ത് ആക്ഷനാണ് വേണ്ടതെന്ന് ഗൈഡൻസ് ചോദിക്കണം. ആ ആക്ഷൻ അന്നത്തെ ജേണലിൽ എഴുതി വെക്കണം. അന്ന് ആ ആക്ഷൻ ചെയ്യണം. വൈകുന്നേരം തിരിച്ചു വന്ന് റിഫ്ലക്റ്റ് ചെയ്യണം. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി നിങ്ങൾ ശ്രമിച്ചാൽ ടാരോ കാർഡ് ഉപയോഗിച്ച് വളരെ പവർഫുൾ ജേണലിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രീംസ് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റും. ഒന്നുകൂടി ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, മാനിഫെസ്റ്റ് ചെയ്യുന്ന ഡ്രീം അച്ചീവബിൾ ആയിരിക്കണം, ഡെയിലി ആക്ഷൻ ഓറിയൻറ്റഡ് ആയിരിക്കണം. ഇനി 90 ദിവസം കഴിഞ്ഞ് നിങ്ങൾക്ക് ആ ഡ്രീം അച്ചീവ് ചെയ്യാൻ പറ്റിയാൽ നിങ്ങൾ പ്രോമിസ് ചെയ്ത ആ 3 കാര്യങ്ങൾ, അത് ചാരിറ്റിയോ അല്ലെങ്കിൽ വോളണ്ടിയറിംഗ് വർക്കോ അല്ലെങ്കിൽ പാർട്ടിയോ ഗിഫ്റ്റോ എന്തുമാകട്ടെ, അത് ചെയ്ത് യൂണിവേഴ്സിനോട് നന്ദി പറയണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ വിലയേറിയ കോമൻസ് തരണം. അങ്ങനെയാണ് നമ്മൾ പ്രോഗ്രസ് ചെയ്യുന്നത്. ടാരോ കാർഡ് മാനിഫെസ്റ്റേഷൻ ജേർണലിംഗ് ഞാൻ കാലങ്ങളായി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത്. ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടിരുന്ന നിങ്ങൾക്കും കേട്ടിരുന്നവർക്കും നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ, ദിസ് ഈസ് യുവർ ട്രെയിനർ പ്രദീപ് സൈനിങ് ഓഫ്.